ഹലോ. അപ്പോൾ ഈ ഒരു ചാനൽ ഞാനൊരു 4-5 വർഷം മുന്നേ തുടങ്ങിയതാ. ഏകദേശം നമ്മുടെ കൊറോണ കാലത്ത്. അന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ സബ്സ്ക്രൈബേഴ്സിന് കയറിയെങ്കിലും വലിയ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വീഡിയോസ് മാത്രം പോരാന്ന് എനിക്ക് നല്ല കാരണമുണ്ട്. അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇത് പകുതി വെച്ച് ഞാനത് നിർത്തി. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ എത്തണമെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ബുദ്ധിയൊക്കെ യോജിച്ചൊരു സംഭവമാണ് DLD കോഴ്സ് എന്ന് തോന്നിയിട്ട് ഞാൻ അതിൽ പോയി ജോയിൻ ചെയ്ത് ഹെൽമെറ്റ് തരില്ല. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെറിയ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പം ഒന്ന് കരുതി ആ ഒരു ചാനൽ ഒന്നുകൂടി തുടങ്ങിയാലോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തിരുന്ന സംഗതി കേട്ടോ, ഈ ബേക്കിംഗ് എന്ന് പറഞ്ഞ സംഗതി അതും കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ ഈ യൂട്യൂബിൽ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. ചാനൽ ഓൾറെഡി തുടങ്ങിയതാണ്. അതിലൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഒരു കേക്കിന് ഒരു ഷോർട്ട് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബേക്കിങ്ങിലേക്ക് ഈ 2 വർഷം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ഒന്നും കൂടി പൊടി തട്ടിയിട്ട് വന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ ഓരോ കേക്ക്സ് ഇടുമ്പോഴും അത് പോസ്റ്റ് കാണുമ്പം ആ ചിത്രങ്ങൾ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട സംഗതിയാണ് ഈ ബ്രൗണി. അങ്ങനെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് കൊത്തിച്ച് വന്ന ഒരു കസ്റ്റമർ ആട്ടോ ഇത്. അപ്പോൾ കസ്റ്റമറിനോട് പറഞ്ഞത്, ആ സ്റ്റാറ്റസ് കണ്ട് എനിക്ക് കൊതിയാവുന്നുണ്ട്, എനിക്കൊരു ബ്രൗണി ഉണ്ടാക്കി തരുമോ? അപ്പം പിന്നെന്താ, നമ്മൾ അതിനല്ലേ ഹോം ബേക്കറായി നിൽക്കണത്. അങ്ങനെ ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാട്ടെ ഈ ബ്രൗണി. ബ്രൗണിൻ്റെ സംഗതി സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനത് കഴിച്ചപ്പോഴാണ് വെറുതെ അല്ല ആളുകൾ ഇത് ഇത്രയധികം ഒരു ഹൈപ്പ് കൊടുത്ത് പൊങ്ങിച്ചെടുക്കാൻ കാരണം. അത്രയും ടേസ്റ്റാണ്. റിച്ചായിട്ടുള്ള ചോക്ലേറ്റ്സും ബട്ടറും. അത് കഴിക്കുമ്പോൾ തന്നെ ഓരോ ബൈറ്റ്സിൽ നമ്മളിങ്ങനെ ആ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായി പോണ പോലെ തോന്നും. അങ്ങനെ എന്തായാലും ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മളൊരു കേക്ക് കണ്ടിട്ട് ഒരാൾ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് അതിലേറെ രസം ഒന്നാണ്, ഈ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ മറ്റു കേക്ക് ഉണ്ടാക്കണ പോലെയല്ല, വീട്ടിലാകെ ഒരു ചോക്ലേറ്റ്സ് വേണം. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവക്കത്തെ ആളുകളും വിളിച്ച് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാന്നറിയും. കാരണം അത്രയ്ക്കും ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ബട്ടറിൻ്റെ ഇതൊക്കെ വീടൊന്നാകെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞാൻ ബ്രൗണി ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് 2-3 പീസൊക്കെ ഉണ്ടാക്കും. കാരണം നമ്മൾ ബേക്കറാകുമ്പം അവർക്കും എന്തെങ്കിലുമൊക്കെ മെച്ചം വേണ്ടേ. സാധാരണ എല്ലാവരും ഒരു വിചാരമുണ്ട്, ഈ ഹോം ബേക്കർ ആയാലും വീട്ടിലത്തെ കുട്ടികൾക്ക് എപ്പോഴും കേക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അത് വെറുതെ ചുമ്മാ കേട്ടോ. നമ്മൾ ആ ബേക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള കേക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ എന്താ പറയുക, ഞാനിപ്പോൾ ഈ കേക്ക് ബ്രൗണി ഉണ്ടാക്കുമ്പം ഞാൻ കരുതി മക്കൾക്കും ഉണ്ടാക്കാൻ അവരെപ്പോഴും അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ അവർക്കും 2-3 പീസ് ഉണ്ടാക്കിയിരുന്നു. ഈ കേക്ക് കഴിച്ചിട്ടും കസ്റ്റമർ എല്ലാ കേക്ക് പോലെ തന്നെ എൻ്റെ വീട്ടിലത്തെ കസ്റ്റമേഴ്സും എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ കേട്ടോ, അവരും ഈ കേക്ക് ഓർഡർ ചെയ്തവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ കേക്കാണ്, ഇതിൻ്റെ ചോക്ലേറ്റ് ഓരോ ബൈറ്റ്സിലും ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനത്തെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇതിൽ കൂടെ എന്താ കിട്ടാനുള്ളത്, നമുക്കൊരു സംഭവം ചെയ്യാൻ വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റ് കൂടെ ചെയ്യല്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം എനിക്ക് കേട്ടോ. സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് ചാനലിൽ വീഡിയോസ് ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. വീഡിയോസ് കാണുമ്പോൾ അത് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തോന്നിച്ചാൽ ഇത് നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ എന്തായാലും കമൻറ്റ് ഇട്ട് ഒക്കെ ഇരുന്ന് വായിക്കാലോ, രസമാണ്. അതോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് കൂടി ചെയ്യടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.